മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി മിക്സഡ് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയുമായാണ്. ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്റ്റാർഡ് പൗഡർ. ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കട്ടയൊന്നും പിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ കസ്റ്റാർഡ് എസൻസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. കൈവിടാതെ തിള വരുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയം ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. തിള വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലിവിടെ അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റിവെച്ച കസ്റ്റാർഡ് എസൻസ് കൂടി ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെഫ്രിജറേറ്ററിൽ ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. നന്നായി തണുത്തു വന്ന കസ്റ്റാർഡിലേക്ക് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സൈഡിലേക്ക് വേണം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ കുറച്ച് ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്ട്രോബെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ആപ്പിളും പെയറും ലാസ്റ്റായിട്ട് കുറച്ച് പൊമോഗ്രാനൈറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ചൂടുകാലത്ത് പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.